രജീഷ്, റോഡ് ഷോ ആരംഭിക്കാൻ കേവലം 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ക്രമീകരണങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി റോഡ് ഷോ നടക്കുന്ന ഏതാണ്ട് 1 കിലോമീറ്റർ 300 മീറ്ററോളം ദൈർഘ്യം വരുന്ന ഈ മേഖലയിലെല്ലാം റോഡിൻ്റെ ഇരുവശവും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. റോഡിൻ്റെ ഇരുവശവും BJP പ്രവർത്തകരും അനുഭാവികളും എല്ലാം തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 3-3.5 മണി മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകരുടെ ഒഴുക്ക് തുടങ്ങിയതാണ്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും ചില സമീപകാല ഭീഷണികളുടെയും ഒക്കെ പ്രശ്നത്തിൽ വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരിക്കുന്നു. 3000-ലധികം പോലീസുകാർ, ഓരോ 10 മീറ്ററിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലാണ് ക്രമീകരണങ്ങൾ. മാത്രമല്ല, രാത്രിയിലാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു അധിക കരുതലും എടുത്തിട്ടുണ്ട്. സമീപത്തുള്ള കെട്ടിടങ്ങൾക്കെല്ലാം മുകളിൽ തന്നെ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന്, പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് അല്ലെങ്കിൽ ഒക്കെ വേണ്ടി ആളുകൾ എത്തി നിൽക്കുന്നത്. നമുക്ക് അവരിൽ ചിലരിലേക്ക് തന്നെ പോകാം. ഒരുപാട് നേരമല്ല പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുന്നത്. ഒത്തിരി നേരമായി. മടുപ്പൊന്നുമില്ല അല്ലേ? ഒരു മടുപ്പുമില്ല. എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്തോ അത്രേ ഉള്ളൂ, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 2.5 മണിക്കൂറായി. ഇത് കണ്ടിട്ടേ ഇനി പോകുന്നു. കണ്ടിട്ട് തന്നെ പോകുന്നുള്ളൂ. ഒരുപാട് പ്രവർത്തകർ എത്തിയിട്ടുണ്ടല്ലേ റോഡിൽ? ഇടുക്കിയിൽ നിന്നൊക്കെയാ വന്നേക്കുന്നത്. ഞങ്ങള് രാവിലെ പോന്നതാ. പ്രധാനമന്ത്രി കണ്ടിട്ടേ പോവുള്ളൂ. നാളെ രാവിലെ ആകും അല്ലേ? അതെ, എത്ര രാത്രി ആയാലും കണ്ടിട്ടേ പോവുള്ളൂ. ഈ ഒരു ആവേശം ഇവിടെ നിൽക്കുന്ന ഓരോ പ്രവർത്തകരിലും നമുക്ക് കാണാൻ സാധിക്കും. വിവിധ പ്രായത്തിലുള്ളവർ, വിവിധ മേഖലകളിൽ നിന്ന് എത്തിയവർ. 7:15 മണിക്ക് റോഡ് ഷോ തുടങ്ങിയാൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം എടുത്തായിരിക്കും റോഡ് ഷോ പൂർത്തിയാവുക. തൊട്ട് പിന്നിൽ കാണുന്ന മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിൽ നിന്ന് അപ്പുറത്ത് ഏതാണ്ട് 1 കിലോമീറ്റർ 300 മീറ്റർ മാറിയുള്ള എറണാകുളം ഗസ്റ്റ് ഹൗസ് പരിസരത്താണ് റോഡ് ഷോ അവസാനിക്കുന്നത്. നമുക്കറിയാം, സമീപകാലത്ത് നോക്കിയാൽ പ്രധാനമന്ത്രി കേരളത്തിൽ നടത്തുന്ന 3ാമത് റോഡ് ഷോയാണിത്. നേരത്തെ ഏതാണ്ട് 1 വർഷത്തോളം മുൻപ് യുവം പരിപാടിക്ക് വേണ്ടി എത്തിയപ്പോഴാണ് അദ്ദേഹം വെണ്ടുരുത്തി പാലം മുതൽ തേവര SH കോളേജ് വരെയുള്ള പ്രദേശത്ത് വലിയ ഒരു റോഡ് ഷോ നടത്തി ജനശ്രദ്ധ ആകർഷിച്ചത്. അതിനുശേഷം 2 ആഴ്ച മുൻപ് തൃശ്ശൂരിൽ എത്തിയപ്പോഴും അവിടെ ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൈർഘ്യത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അതിനുശേഷം ഇതാ ഇപ്പോൾ എറണാകുളം നഗരത്തിലാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. ഇതോടുകൂടി BJPയുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ A ക്ലാസ് മണ്ഡലങ്ങളാണ് BJP ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ആ നിമിഷം മാറാൻ പോകുന്നത്? എന്താണ് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത്? കൃത്യസമയത്ത് തന്നെ പ്രധാനമന്ത്രി 7:15 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ എത്തുമോ കൊച്ചിയിലേക്ക്? നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് കാണാൻ കഴിയുന്നത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഏതാണ്ട് എറണാകുളം ഗസ്റ്റ് ഹൗസ് വരെയുള്ള പാതയ്ക്കിരുവശവും 10,000-കണക്കിന് BJP പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആവേശകരമായ മുദ്രാവാക്യങ്ങൾ നരേന്ദ്രമോദിക്ക് വേണ്ടി ഉയർന്നു കേൾക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രധാനമന്ത്രിക്ക് റോഡ് ഷോ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക വാഹനം ഇപ്പോൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പുഷ്പാലംകൃതമായ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. SPG ഉദ്യോഗസ്ഥരടക്കം ആ വാഹനത്തിന് ചുറ്റും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ റോഡ് ഷോകളും നടത്തിയിട്ടുള്ളത് ഈ വാഹനത്തിലാണ്. ഗുജറാത്തിൽ നിന്നെത്തിച്ച പ്രത്യേക വാഹനമാണിത്. ഈ വാഹനത്തിൽ തന്നെയാണ് തൃശ്ശൂരിലും സ്വരാജ് റൗണ്ടിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടന്നത്. അതേ വാഹനം തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലേക്കും എത്തിച്ചിരിക്കുന്നത്. ആ വാഹനം ഈ റോഡ് ഷോ തുടങ്ങുന്ന മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ആവേശകരമായ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയാണ് ഈ വഴി നീളെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഗുജറാത്തിൽ നിന്നെത്തിയിട്ടുള്ള ഗുജറാത്തി സമൂഹത്തിന്റെ മുദ്രാവാക്യങ്ങളൊക്കെയാണ്. അവർ രസകരമായ മുദ്രാവാക്യങ്ങളൊക്കെയാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വളരെ ആവേശകരമായ മുദ്രാവാക്യങ്ങളൊക്കെയാണ് ഈ റോഡിന് ഇരുവശവും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ പ്രവർത്തകർ ആവേശം കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യം 7:15 കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തുക. അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു സ്വീകരണമുണ്ട്. ഔദ്യോഗികമായ സ്വീകരണത്തിന് ശേഷം പ്രധാനമന്ത്രി നേരെ റോഡ് മാർഗം ഈ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇതിനേക്കാൾ വലിയ ആവേശത്തിലേക്ക് പ്രവർത്തകർ മാറും എന്ന കാര്യം തീർച്ചയാണ്. കാരണം പ്രവർത്തകരെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
തൻ്റെ പ്രത്യേക വാഹനത്തിൽ ഈ റോഡിലൂടെ റോഡ് ഷോ നടത്തിപ്പോകും. നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. ഇരു കൈകളും വീശി റോഡിന് ഇരുവശവും നിൽക്കുന്നവരെ വലിയ ആവേശത്തിലാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി കടന്നു പോകുന്നത്. കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശം തന്നെ ആ റോഡ് ഷോയ്ക്ക് പിന്നിലുണ്ടാകും. കാരണം അദ്ദേഹം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് കഴിഞ്ഞ 12 ദിവസത്തിനിടയിൽ 2ാം വട്ടവും കേരളത്തിലേക്ക് എത്തുന്നത്.